ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ന്യൂ SCERT പുസ്തകമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 3 ചാപ്റ്ററുകൾ നമ്മൾ എടുത്തു. 9ാം ക്ലാസ്സിലെയാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അപ്പോൾ അതിൽ 3 ചാപ്റ്റർ നമ്മൾ എടുത്തു. അത് ജോഗ്രഫി ആയിരുന്നു. ഇനി അതിൽ തന്നെയുള്ള 4ാമത്തെ ചാപ്റ്ററാണ് പാർട്ട് 1 ജോഗ്രഫി. 4ാമത്തെ ചാപ്റ്ററാണിത്. പക്ഷേ ഇത് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു എക്കണോമിക്സിൻ്റെ ഒരു ടച്ചാണുള്ളത്. അപ്പം നമുക്ക് എന്തായാലും ഈ ചാപ്റ്റർ ഒന്ന് നോക്കാം. ചെറിയൊരു ചാപ്റ്ററാണ്. PSC ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ആദ്യമായിട്ട് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവരലഭ്യത. ഇത്രയുമാണ് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. മനുഷ്യ മൂലധനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നോക്കുന്നത് വിദ്യാഭ്യാസമാണ്. എന്താണ് നോളജ് എക്കണോമി അല്ലെങ്കിൽ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ? ഭൗതികശേഷിയും വിവരസാങ്കേതിക വിദ്യ ഇത് രണ്ടും കൂടി യോജിപ്പിച്ചുകൊണ്ട് പരമാവധി സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് ആധുനിക കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ വിവിധ തലങ്ങളിലായിട്ട് ബുദ്ധിയോടൊപ്പം നൂതന സാങ്കേതിക ആശയങ്ങളും വിവരസാങ്കേതിക വിദ്യയും വിനിയോഗിക്കുന്ന സമ്പദ്ക്രമമാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നത്. എന്താണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നാണ് പറയുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിവിധ തലങ്ങളിൽ ബുദ്ധിയോടൊപ്പം തന്നെ നൂതന സാങ്കേതിക ആശയങ്ങളും വിവരസാങ്കേതിക വിദ്യയും വിനിയോഗിക്കുന്ന സമ്പദ്ക്രമമാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. ഭൗതികതയെ ഒരു ഭൗതിക മൂലധനമാക്കി മാറ്റി ഉൽപ്പാദനവും അതിലൂടെ ലഭ്യമാകുന്ന ഭൗതിക ഉൽപ്പന്നങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളും ആണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ശാസ്ത്രജ്ഞർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധർ, ഓഹരി നികുതി എന്നിവയെക്കുറിച്ച് വിദഗ്ധ അഭിപ്രായം നൽകുന്നവർ, സോഫ്റ്റ്വെയർ വിദഗ്ധർ എന്നിവരെല്ലാം ഈ ഒരു മേഖലയെ ശക്തിപ്പെടുത്തുന്ന മനുഷ്യ വിഭവങ്ങളാണ്. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ആസ്തികളാണ്. മനുഷ്യ മൂലധനത്തിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു. വിദ്യാഭ്യാസമുള്ള ജനത എങ്ങനെയെല്ലാമാണ് അവർ രാജ്യത്തിൻ്റെ വികസനത്തെ സ്വാധീനിക്കുന്നത്? വിദ്യാഭ്യാസമുള്ള ജനത എങ്ങനെയൊക്കെയാണ് രാജ്യത്തിൻ്റെ വികസനത്തെ സ്വാധീനിക്കുന്നത്? അതാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ ആധുനിക സാങ്കേതിക വിദ്യ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ, മെച്ചപ്പെട്ട തൊഴിൽ സ്വായത്തമാക്കാനും കൂടുതൽ വരുമാനം നേടാനും അതുവഴി രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകാനും ഈ ജനതയ്ക്ക് കഴിയുന്നു. വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന ജീവിത നിലവാരം നേടുക എന്നതിൽ ഉപരി ഉന്നത മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനും സാധിക്കുന്നു. മാനവവിഭവത്തെ മനുഷ്യ മൂലധനമാക്കി വികസിപ്പിച്ചെടുക്കാൻ പൊതുമേഖലയിലും സഹകരണ മേഖലയിലും സ്വകാര്യ മേഖലയിലും വൻ നിക്ഷേപം നടത്തേണ്ടതായിട്ട് ഉണ്ട്. ഇത്തരത്തിലുള്ള നിക്ഷേപത്തിലൂടെ വിദ്യാഭ്യാസ നയങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതികമായിട്ടുള്ള നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനായിട്ടും കഴിയുന്നു. ഇത് സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും അത്യന്താപേക്ഷിതമാണ്. വിദ്യാഭ്യാസം എങ്ങനെ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നു എന്നുള്ള ഒരു ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. വിദ്യാഭ്യാസം കാരണം കഴിവ് വർദ്ധിക്കുന്നു, സാങ്കേതിക പരിജ്ഞാനം ഉണ്ടാകുന്നു, നൈപുണ്യ വികസനം സാധ്യമാകുന്നു, മെച്ചപ്പെട്ട തൊഴിൽ വരുന്നു, മെച്ചപ്പെട്ട വരുമാനം വരുന്നു, മെച്ചപ്പെട്ട ജീവിത നിലവാരം, അങ്ങനെ രാജ്യ പുരോഗതി ഉണ്ടാകുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞ് പറഞ്ഞത് ആരോഗ്യമാണ്. ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള സുസ്ഥിതിയാണ് ആരോഗ്യമെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. ശാരീരികവും അതുപോലെ മാനസികവും സാമൂഹികവുമായിട്ടുള്ള സുസ്ഥിതിയാണ് ആരോഗ്യമെന്നാണ് WHO പറയുന്നത്. ആരോഗ്യക്ഷമത കുറഞ്ഞ ഒരു വ്യക്തിക്ക് മതിയായ പരിഗണനയും ആരോഗ്യ പരിരക്ഷയും ലഭിക്കാത്ത പക്ഷം രാജ്യപുരോഗതിയിൽ കാര്യക്ഷമമായിട്ടുള്ള സംഭാവന നൽകാനായിട്ട് സാധിക്കുകയില്ല. ആരോഗ്യക്ഷമത കുറയുന്നത് എന്താണ്? വ്യക്തിയെയും രാജ്യപുരോഗതിയെയും ബാധിക്കും. ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി നമുക്ക് ചുറ്റും നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുമേഖലയിൽ, സ്വകാര്യ മേഖലയിൽ, സഹകരണ മേഖലയിൽ ഒക്കെ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുജനക്ഷേമത്തെ മുൻനിർത്തിയുള്ള ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങൾ പൊതുമേഖലയിൽ കാര്യക്ഷമമായിട്ട് നടന്നു വരുന്നുണ്ട്. പൊതുമേഖലയിലെ ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആരോഗ്യ ഉപകേന്ദ്രങ്ങളുണ്ട്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ ഒക്കെയാണ്.
ഇതോടൊപ്പം ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, ഹോമിയോപ്പതി തുടങ്ങിയ വിവിധ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന നിരവധി സ്ഥാപനങ്ങളും വിവിധ മേഖലകളിലായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആരോഗ്യ മേഖലയിലുള്ള ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപങ്ങൾ മനുഷ്യ മൂലധന രൂപീകരണത്തെ ശക്തിപ്പെടുത്തുന്നു. ആരോഗ്യ പരിപാലന സംവിധാനങ്ങളിലൂടെ പ്രതിരോധ ഔഷധങ്ങൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, രോഗം ഭേദമാക്കാനുള്ള ഔഷധങ്ങൾ, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സാക്ഷരതയുടെ പ്രചരണം, ശുദ്ധമായ കുടിവെള്ള വിതരണം, ശുചീകരണ നടപടികൾ എന്നിവ നടപ്പിലാക്കി വരുന്നു. ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കേരളം രോഗരാഷ്ട്രങ്ങൾക്ക് ഒരു മാതൃകയാണ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാമെന്ന് പറയുന്നു. ഇനി അടുത്തത് കുടിയേറ്റമാണ്. കുടിയേറ്റം അപ്പം വിദ്യാഭ്യാസം, ആരോഗ്യം, അതിനുശേഷം പറഞ്ഞത് കുടിയേറ്റമാണ്. തൊഴിലിനും വിദ്യാഭ്യാസത്തിനും ഉയർന്ന ജീവിത നിലവാരത്തിനുമായിട്ട് ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ വിദേശ രാജ്യങ്ങളിലേക്കോ ഒക്കെ പോവുകയോ അവിടെ നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്കോ രാജ്യത്തേക്കോ വരികയോ ചെയ്യുന്നു. ഇത്തരത്തിലൊരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായിട്ടോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെ കുടിയേറ്റം എന്ന് പറയും. സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ കുടിയേറ്റം നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കുടിയേറ്റത്തിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന പ്രാദേശിക മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ചെലവുകൾ വഹിക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത് ആ പ്രദേശത്തെ മനുഷ്യ മൂലധന രൂപീകരണത്തിന് സഹായകരമാകുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം എന്നീ ഘടകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ചർച്ച ചെയ്യാനുള്ളത് തൊഴിൽ പരിശീലനവും വിവരലഭ്യതയുമാണ്. തൊഴിൽ പരിശീലനം നോക്കാം. ചില പ്രത്യേക മേഖലകളിൽ തൊഴിലുകൾ ലഭിക്കുന്നതിന് നൈപുണി വികസന പരിശീലനങ്ങൾ നിർബന്ധമാണ്. ഡോക്ടർ, എഞ്ചിനീയർ, അധ്യാപകർ ഒക്കെ ആകുന്നവർ അവരവരുടെ മേഖലയിൽ അനുയോജ്യമായിട്ടുള്ള തരത്തിലുള്ള പരിശീലന കോഴ്സുകളിലൂടെ തൊഴിൽപരമായ പ്രാവീണ്യം നേടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അതാത് സ്ഥാപനങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് തൊഴിൽ പരിശീലനം നൽകാറുണ്ട്. തൊഴിൽ പരിശീലനം നേടുന്നത് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുവഴി ഉയർന്ന ഉൽപ്പാദനം സാധ്യമാവുകയും ചെയ്യും. അങ്ങനെ തൊഴിൽ പരിശീലനം മനുഷ്യ മൂലധന രൂപീകരണത്തിന് എത്തിക്കുകയും ചെയ്യും. ഒരു മൂലധന രൂപീകരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇനി വിവരലഭ്യതയാണ് പറയാനുള്ളത്. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ തുടങ്ങി വിവിധ മേഖലകളിലെ സേവനങ്ങൾ മനുഷ്യ മൂലധന രൂപീകരണത്തിന് ആക്കം കൂട്ടുന്നു. വിവിധ മേഖലകൾ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് വിവരശേഖരണം നടത്തുന്നതിന് ജനങ്ങളെ സഹായിക്കുന്ന തരത്തിൽ വിവരലഭ്യത പരിപോഷിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. വിവരലഭ്യത ഉറപ്പുവരുത്തി മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അനിവാര്യമാണ്. അടുത്തത് പറയാനുള്ളത് മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന വെല്ലുവിളികളാണ്. മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ദാരിദ്ര്യമാണ്. കുറഞ്ഞ വരുമാനമാണ് മനുഷ്യനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നത്. കുറഞ്ഞ വരുമാനം കാരണം മനുഷ്യന് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാനായിട്ട് കഴിയാതെ വരികയും അത് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും ഒരു വലയത്തിൽ എന്ന പോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഭേദിച്ചാൽ മാത്രമേ മാനവശേഷി മെച്ചപ്പെടുത്തി മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാകത്തുള്ളൂ. ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. ദാരിദ്ര്യം, കുറഞ്ഞ വരുമാനം, കുറഞ്ഞ വാങ്ങൽ ശേഷി ഉണ്ടാകുന്നു. ഭക്ഷ്യദൗർലഭ്യം, പോഷകാഹാരക്കുറവ്, വിദ്യാഭ്യാസ പ്രാപ്തിയില്ലായ്മ, നിരന്തരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത് കാരണം ഉയർന്ന ശിശുമരണ നിരക്ക്, കുറഞ്ഞ ആയുർദൈർഘ്യം, ആശ്രിതരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നു. കുറഞ്ഞ ഉൽപ്പാദനക്ഷമത, ജോലി ചെയ്യാനുള്ള ശേഷിക്കുറവ് ഇതും ഉണ്ടാകുന്നു. അപ്പം ഇത് കാരണമാണ് ദാരിദ്ര്യം ഉണ്ടാകുന്നത്. ദാരിദ്ര്യം കാരണം കുറഞ്ഞ വരുമാനവും കുറഞ്ഞ വാങ്ങൽ ശേഷിയും ഉണ്ടാകുന്നു. അത് കാരണം ഭക്ഷ്യദൗർലഭ്യം, പോഷകാഹാരക്കുറവ്, വിദ്യാഭ്യാസ പ്രാപ്തിയില്ലായ്മ, നിരന്തര അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നു. മതിയായ വിദ്യാഭ്യാസവും ആരോഗ്യ സുരക്ഷയും നേടുന്നതിന് ദാരിദ്ര്യം വിഘാതമായി നിൽക്കുന്നു. ജനങ്ങളെ ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ നിന്ന് മുക്തരാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ, നയങ്ങൾ, നിയമങ്ങൾ കാലാനുസൃതമായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ മാതൃകാപരമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. നിലവിലുള്ള വേതന നിരക്കിൽ തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള, ആരോഗ്യവും കഴിവുമുള്ള ഒരു വ്യക്തിക്ക് തൊഴിൽ കണ്ടെത്താനാവാത്ത അവസ്ഥയെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നു. തൊഴിലില്ലായ്മയെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിലവിലുള്ള വേതന നിരക്കിൽ തൊഴിൽ ചെയ്യാനായിട്ട് തയ്യാറുള്ള, ആരോഗ്യവും കഴിവുമുള്ള ഒരു വ്യക്തിക്ക് തൊഴിൽ കണ്ടെത്താനാവാത്ത ഒരു അവസ്ഥ, അതാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിനും നൈപുണിക്കും
യോജിക്കുന്ന തരത്തിൽ തൊഴിലവസരങ്ങൾ ലഭിക്കാതെ വരുന്നത് മാനവവിശേഷിയെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. മാനവവിശേഷിയെ പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാകത്തുള്ളൂ. അപ്പം രാജ്യത്ത് പലതരത്തിലുള്ള തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രകടമായ തൊഴിലില്ലായ്മ, ഘടനാപരമായിട്ടുള്ള തൊഴിലില്ലായ്മ, കാലികമായ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. അങ്ങനെ 4 തരത്തിലാണ് പ്രധാനമായിട്ടും തൊഴിലില്ലായ്മയുള്ളത്. ആദ്യം പ്രകടമായ തൊഴിലില്ലായ്മ നോക്കാം എന്താണ് എന്ന്. ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്? തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും തൊഴിലില്ലാത്ത അവസ്ഥയാണ് പ്രകടമായ തൊഴിലില്ലായ്മ. തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും തൊഴിലില്ലാത്ത അവസ്ഥ. ഇനി ഘടനാപരമായ തൊഴിലില്ലായ്മ എന്താണ്? നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥയാണ്. നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥയാണ് ഘടനാപരമായിട്ടുള്ള തൊഴിലില്ലായ്മ. ഇനി കാലികമായ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്? പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാലികമായ തൊഴിലില്ലായ്മ. ഇനി പ്രച്ഛന്ന തൊഴിലില്ലായ്മ, ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്? ഉൽപാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥയാണ്. ഉൽപാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥ പ്രച്ഛന്ന തൊഴിലില്ലായ്മയാണ്. 4 തൊഴിലില്ലായ്മയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിച്ചിട്ടുള്ളത്. പ്രച്ഛന്ന തൊഴിലില്ലായ്മയൊക്കെ PSC സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഉൽപാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥ. ഇനി കാലിക തൊഴിലില്ലായ്മ, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്? അത് ഈ പേരിൽ തന്നെ ഉണ്ട്. എന്ത്? പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഘടനാപരമായിട്ടുള്ള തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്? നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ. നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ എന്താണ്? ഘടനാപരമായിട്ടുള്ള തൊഴിലില്ലായ്മയാണ്. ഇനി പ്രകടമായ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ട്സിനെയൊക്കെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ യന്ത്രങ്ങളൊക്കെ വരുമ്പോഴെന്താണ്? അത് കാരണം തൊഴിൽ നഷ്ടമാകുന്ന ഒരവസ്ഥയാണ് ഘടനാപരമായിട്ടുള്ള തൊഴിലില്ലായ്മ. ഇനി പ്രകടമായ തൊഴിലില്ലായ്മ എന്നത് തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും തൊഴിലില്ലാത്ത അവസ്ഥയാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.